എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഇതിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എറണാകുളത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ നാലുപേരെന്ന് പറയുമ്പോൾ ഞാനും നിസാറിക്കായും ഷുക്കൂറുമായും റെജിലാവുമിയും നമ്മൾ നാലുപേരും കൂടിയിട്ടാണ് എറണാകുളത്തേക്ക് പോകുന്നത്. ഇപ്പോൾ വെളുപ്പിന് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചായിരുന്നു. പിന്നെ വരുന്ന വഴിയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് റിലാക്സ് ചെയ്ത് യാത്ര തിരിച്ചത്. അപ്പോൾ ദാ നമ്മളുടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ 11 മണിക്ക് ഇവിടെ എത്തണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനു മുൻപേ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങൾക്കറിയാലോ, നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയാണ് വന്നത് എല്ലാം തുറന്ന് പറയണം എന്നുള്ളത്. പക്ഷെ എത്രത്തോളം ഒക്കെ ഇവിടെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു വന്നപ്പോഴേക്ക് ടൈമിങ് ആയിപ്പോയായിരുന്നു. അപ്പൊ എത്രത്തോളം ഒക്കെ ഇതിൽ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു എന്നൊന്നും എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. കാരണം നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും ഒക്കെ ചെറുതായിട്ടൊന്ന് വിറക്കി. അപ്പൊ അവരുടെ അടുത്തേക്ക് യാത്ര പറഞ്ഞു. അപ്പൊ ഇനി ഞങ്ങൾ പോണത് അപ്പൊ ഇതിപ്പോ നേരത്തെ കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ നിസാറിക്ക് അടുത്ത് പറഞ്ഞു, ഞാൻ അന്നൊരു ദിവസം അതിഥിയുടെ കുക്കിംഗ് ഓയിൽ കാണിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ പ്ലാന്റിലൊന്ന് പോവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന്. അപ്പൊ നിസാറിക്ക അവരെ വിളിച്ച് ചോദിച്ചപ്പോഴേക്ക് അവര് പറഞ്ഞു ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ ആരും കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിസാറിക്ക അടുത്ത് പറഞ്ഞു എന്തായാലും അവരുടെ അടുത്ത് പറയും, നമുക്ക് ജസ്റ്റ് എനിക്കൊന്ന് കണ്ടാ മതി, എന്തായാലും ഇത്ര ദൂരം നമ്മൾ വന്നതല്ലേ. അങ്ങനെ നിസാറിക്ക അവരുടെ അടുത്ത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ശരി എന്നാ പ്ലാന്റില് ആളിനെ അറേഞ്ച് ചെയ്തേക്കാം, അപ്പൊ നിങ്ങൾ എന്നാ പ്ലാന്റിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ എന്താന്ന് വെച്ചാല് ഇന്ന് സൺഡേ ആയത് കാരണം പ്രോസസ്സിംഗ് ഒന്നും കാണാൻ പറ്റത്തില്ല, പിന്നെ നിങ്ങൾക്ക് പ്ലാന്റും കാണാം പാക്കിംഗ് സെക്ഷനും കാണാന്ന് പറഞ്ഞു. പാക്കിംഗ് സെക്ഷൻ വർക്കിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അതൊന്ന് കാണണം, എനിക്ക് ഇങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നെ പോലെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളൊരു കുക്കിംഗ് ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, കുക്കിംഗ് ഓയിൽ എന്നല്ല ഏത് കാര്യവും ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ്, ഇതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, ഇതെങ്ങനെ നമ്മളുടെ കയ്യിലേക്ക് എത്തുന്നു, ഇതൊക്കെ നമ്മളുടെ പലർക്കും ആകാംക്ഷയാണ് അല്ലേ കാണാനായിട്ട്. അങ്ങനെ നമ്മളെ കിങ്ഫ്ര പാർക്കിലുള്ള പാരിസൺസിന്റെ കുക്കിംഗ് ഓയിൽ റിഫൈനറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ ഇവര് മാത്രമാണ് ഓയിൽ റിഫൈൻ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് കമ്പനികളിലേക്ക് എത്തിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നോക്കുമ്പോ തന്നെ ഉള്ളിലേക്ക് കിടക്കുമ്പോ തന്നെ അങ്ങ് വിശാലമായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പം എന്നാലും ഇത് കാണാം എന്നുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ ഈ കാണുന്നത് ഓയിൽ ഫില്ലിംഗ് സ്റ്റേഷനാണ് കേട്ടോ. ഇപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ടും മഴ പെയ്യുന്നത് കൊണ്ടും തന്നെ ആരും ഇവിടെ നിന്ന് ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും എനിക്ക് എത്രത്തോളമൊക്കെ നിങ്ങൾക്ക് ഇതിനുൾഭാഗമൊക്കെ കാണിച്ചു തരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അപ്പം ഓഫീസിലേക്ക് പോകാന്ന് കരുതി കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ നമ്മള് കറക്റ്റായിട്ട് അവിടെ എത്തി. വേറെ ഈ പറഞ്ഞ മാതിരി വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് തന്നെ ഒട്ടും തിരക്കേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇവിടുത്തെ മാനേജർ പറഞ്ഞു ഓഫീസിലേക്ക് കയറിയിട്ട് പോവാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ആരും ഇല്ലല്ലോ, അപ്പൊ പിന്നെ നമ്മൾ ഓഫീസിലേക്ക് കയറുന്നതിൽ കാര്യമില്ല, അപ്പൊ നമുക്ക് പ്ലാന്റ് കണ്ടാൽ മതിയല്ലോ. അങ്ങനെ ഇപ്പൊ മാനേജറും നമ്മളെ കൂട്ടിയിട്ട്, കാരണം വണ്ടിയിൽ നടന്നു പോകണമെങ്കിൽ പോകാൻ കുറച്ചിങ്ങനെ നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു വേണ്ട കാറിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. കാരണം അത്രയും ദൂരം നമ്മൾ നടന്നു പോകണ്ടേ. നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ തന്നെ സ്റ്റോറേജ് ടാങ്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്ര വലിയ കൂറ്റൻ ടാങ്കുകളാണെന്ന് നോക്കിക്കേ, കാണുമ്പോ തന്നെ അതിശയം തോന്നുവാണ്. ആരുമില്ലാത്തോണ്ട് ഇനിയിപ്പം എന്തൊക്കെ കാണാൻ പറ്റും എന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ നേരെ പ്ലാന്റിനുള്ളിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇനി ഇവിടത്തെ കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒപ്പം ഞാനും ഈ കാഴ്ചകൾ കണ്ടെന്ന് ആസ്വദിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്ക് വെജിറ്റബിൾ ഓയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാകണമെന്ന് എനിക്ക് പലപ്പോഴും ആകാംക്ഷ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്കിവിടെ വരാൻ സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കേ, ഇതാണ് ഈ കുക്കിംഗ് ഓയിലിന്റെ റിഫൈനറി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് എനിക്കിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. കാരണം ഇതൊക്കെ നമ്മൾ നേരിൽ കാണുമ്പം ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ. അപ്പൊ എന്തായാലും നിങ്ങളിലേക്കും കൂടെ എത്തിക്കാം, നിങ്ങൾക്കും ഇതൊക്കെ ഒന്ന് കാണാമല്ലോ. ഇതാണ് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. പക്ഷെ ഒരു വിഷമം എന്തെന്നറിയാവോ, ഇന്ന് ഇവിടെ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും വർക്കിംഗ് അല്ല വർക്കിംഗ് ഡേയിലായിരുന്നെങ്കിൽ ഇതെല്ലാം എനിക്ക് കാണാനും പറ്റുമായിരുന്നു, നിങ്ങൾക്കത് കാണിച്ചു തരാനും കഴിയുമായിരുന്നു. അപ്പം നമുക്കിനി ഇവരുടെ ഈ കൺട്രോൾ റൂമിലേക്ക് പോയി നോക്കാം.
ഓ, കംപ്ലീറ്റ് പ്രോസസ്സ് നടക്കുന്ന ഇവിടെ വെച്ച് കാണാം അല്ലേ? പക്ഷേ നമ്മൾ വർക്കിംഗ് ആണെങ്കിൽ ഇതെല്ലാം കാണിക്കും അല്ലേ? പ്ലാന്റൊക്കെ പ്രോസസ്സ് നടക്കുന്നതൊക്കെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റും അല്ലേ? ഇത് കേരളത്തിലെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നി. ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ വേറെ വല്ലതും ഉണ്ടോ എന്ന്. കേരളത്തിലെ ഏക റിഫൈനറിയാണ്. ഓയിൽ റിഫൈനറിയിൽ ഇത് മാത്രമേ ഉള്ളൂ കേരളത്തിൽ തൽക്കാലം അല്ലേ? പാക്കിംഗ് സെക്ഷൻ നമ്മളെ താഴെയാണ്. അത് കാണാൻ പറ്റുമോ? ഇതുണ്ടോ ഈ ടാങ്കുകൾ, കുറേ ടാങ്കുകൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടാ. എനിക്കോട് വർക്കിംഗ് ഡേ ആയിരുന്നു എങ്കിൽ ഇതിന്റെ ഓരോ പ്രോസസ്സിങ്ങും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടാ, കാരണം ഇത്ര വന്നിട്ട് ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഏതായാലും നമുക്ക് നോക്കാം സമയം. അടുത്തൊരു വർക്കിംഗ് ഡേയിൽ വന്ന് നമ്മളെ പ്രേക്ഷകർക്ക് ഇതിന്റെ ഓയിൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയണ്ടേ ഈ ഓയിൽ എങ്ങനെയാണ് ഇവര് റിഫൈൻ ചെയ്ത് വരുന്നതെന്നുള്ളത്, പാക്കറ്റിലാക്കുന്നതെന്നും. എന്തായാലും ഇൻഷാല്ലാ ഞാൻ വന്ന് കാണിച്ചിരിക്കും. ഈ 2 ടാങ്ക് ഉണ്ടല്ലോ, അതെന്താ ഒരു പ്രത്യേകത പോലെ? എന്താണ് ഇതിന്റെ പ്രോസസ്സ്? സെൻട്രിഫ്യൂഗൽ സെപ്പറേറ്റേഴ്സ് എന്ന് പറയും. നമ്മളെ സംസ്കൃത സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാകുന്ന ഗംസ്, പശ, കുറച്ച് മെഴുക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ 2 പിന്നെ ഈ സൺഫ്ലവർ പറഞ്ഞില്ലേ, ആ ഫ്ലവർ ഡ്രൈ ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ല, നമ്മൾ സൺഫ്ലവറിന്റെ സീഡ് ക്രഷ് ചെയ്തിട്ടുള്ള ഓയിലാണ് ഇമ്പോർട്ട് ചെയ്തിട്ട് വരുന്നത്. ഓ, അങ്ങനെ സീഡാണ് ഇതിലേക്ക് സീഡ് ക്രഷ് ചെയ്ത ഓയിലാണ് വരിക. സൺഫ്ലവർ സീഡ് ഓയിലാണ് നമുക്ക് വരിക, സീഡ് ക്രഷ്ഡ് ഓയിൽ. അങ്ങനെ ഈ പ്ലാന്റിന്റെ ഉൾവശമൊക്കെ ഞാൻ പരമാവധി കാണിക്കാൻ ശ്രമിച്ചു. ഒരുപാട് പൈപ്പുകളൊക്കെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ പോകുന്നുണ്ട്. കണ്ടിട്ട് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു, ഇതെല്ലാം ഇങ്ങനെ ഈ ചിട്ടയായിട്ട് കൊണ്ടുവരുമ്പോ തന്നെ എന്തോ ഒരു മെനക്കേടാണ് അല്ലേ സംഭവം. നമ്മളിതൊന്നും അറിയുന്നില്ല. പിന്നെ അതിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഉണ്ടോ നല്ല ഒരു കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര ഒരുപാട് ഹൈറ്റിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കാഴ്ച കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞു ഇനിയിപ്പൊ നമുക്ക് താഴെ ലാബുണ്ട്, ലാബ് കഴിഞ്ഞാൽ പിന്നെ പാക്കിംഗ് യൂണിറ്റ് ആണ്, അപ്പൊ അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞു. ഇത് ഈ കാണുന്നത് പോലെ അല്ല കേട്ടോ. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ റിഫൈനറി. അപ്പൊ ഇതിന്റെ ഫൈനൽ ഇത് അവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പാക്കിംഗ് യൂണിറ്റിലേക്കൊന്ന് പോയി നോക്കാം. കുറേ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നടന്നിട്ട് നമ്മൾ അടുത്തൊരു ബിൽഡിങ്ങിലേക്ക് കയറുമ്പോൾ ആ ബിൽഡിംഗ് വഴി തന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പം നമ്മൾ ഈ വെളിവശത്തു കൂടി ചുറ്റി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്നത് ലാബിലേക്കാണ്. അപ്പം എങ്ങനെയാണ് ഇത് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം എന്ന് പറഞ്ഞു. അതും ഈ പറഞ്ഞ ഒരു സൺഡേ ആയതുകൊണ്ട് വർക്കിംഗ് ഒന്നുമല്ല, അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ലാബിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ലാബില് ഇവര് പറയുന്നത് വെച്ചാൽ ഓരോ ബാച്ചായിട്ട് ഇവരിത് ടെസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ലാബ് കേട്ടോ. അപ്പൊ ഈ സയൻസ് ഒക്കെ പഠിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാമായിരിക്കും. എന്തായാലും എനിക്ക് ഇതേക്കുറിച്ചൊന്നും ഒരു വസ്തു അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടാ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാം. പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അപ്പൊ ആ കാര്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും. അല്ലാതെ സയൻസ് പരമായിട്ടൊന്നും പറയാൻ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാനൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഈ ഓരോന്നും ഇവര് ടെസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളും എല്ലാം. നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റുമല്ലോ അല്ലേ? ഞാൻ ലാബില് എന്തോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെന്നൊന്നും വിചാരിച്ചു കളയരുത്. ഇതാണ് നമ്മൾക്ക് പാക്കറ്റിലൊക്കെ ആക്കിയിട്ട് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്രയും പ്രോസസ് 4 പ്രോസസ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞാണ് വരുന്നത് നമ്മളെ വീടുകളിലേക്ക്. നമ്പർ, MRP അതൊക്കെ ഇവിടെ നടേ കണ്ട ഇങ്ങനെ ഒരു കവറിനാണ് അവിടെ. ഇങ്ങനെയാണ് എണ്ണ വരുന്നത് കണ്ടോ. അതേ മോളിൽ നോക്കിക്കെ ആ കവർ പ്ലാസ്റ്റിക്. ഈ ഇടയിൽ വരുമ്പോഴേക്ക് ഓയിൽ ഫില്ലാവുന്നുണ്ടോ.
അപ്പൊ ഈ ഓയിലെല്ലാം പാക്കറ്റിലാക്കി സീൽ ചെയ്ത ശേഷം ഈ കാർട്ടൂണുകളിൽ അവര് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ കാർട്ടൂണുകളിൽ ഫില്ല് ചെയ്തിട്ട് ഈ നേരെ ഈ ബെൽറ്റ് വഴി അപ്പുറത്തേക്ക് പോകുന്നത് സീലിങ്ങിനാണ്, അതായത് കാർട്ടൂൺ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ കണ്ട മെഷീൻസ് ആണ് എല്ലാം സീൽ ചെയ്ത് വിടുന്നത്. എന്തോരം എളുപ്പമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലേ. അത് ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ, ഇതൊക്കെ കണ്ടോണ്ടിരിക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഇതെല്ലാം നന്നായി കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യാം. ഓരോന്നും പാക്ക് ചെയ്ത് ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ഈ ഓയിലിന്റെ പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ. ഉള്ള ഇത് എനിക്ക് ഇച്ചിരി കണ്ടാലും മതി, ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കുകയും സന്തോഷിക്കുന്നതും കൂട്ടത്തിലാണ്. അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇവിടുത്തെ മാനേജേഴ്സും പിന്നെ അവരുടെ സ്റ്റാഫും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്തൊക്കെ നമ്മൾ പിന്നെ യാത്ര പറഞ്ഞിറങ്ങാണ്. ഒത്തിരി അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. എല്ലാം നല്ല ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പൊ എൻ്റെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ അനുഭവമാണ് കേട്ടോ ഇത്. കാരണം ഞാനിത് ഇങ്ങനെ ഒരു വലിയൊരു റിഫൈനറിയൊക്കെ നേരിട്ട് കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അങ്ങനെ പിന്നെ അവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് നമ്മൾ പോവാണ്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഞങ്ങളുടെ അതായത് നമ്മുടെ സലു കിച്ചൻ തുടങ്ങിയപ്പോൾ ഉള്ള നമ്മളുടെ ഒരു വ്യൂവർ ഉണ്ട് കേട്ടോ, നൗഫൽ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പൊ പുള്ളിക്കാരൻ ഒരു 4 വർഷം മുൻപ് ഞങ്ങൾ എറണാകുളം വരണം എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നിസാർക്ക ഇതിനിടയിൽ നൗഫലിന്റെ കല്യാണം കഴിഞ്ഞു. നമ്മുടെ സൽമാന്റെ ഒക്കെ ആ ഒരു ഏജ് വരും കേട്ടോ. അപ്പൊ നൗഫലും ഉമ്മായും ബ്രദറും ഒക്കെ കൂടിയിട്ടാണ് അന്ന് നമ്മളെ എറണാകുളത്ത് കാണാനായിട്ട് വന്നത്. അന്ന് ഞങ്ങൾ എറണാകുളത്ത് വരണമെന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അന്ന് മുതല് ഇങ്ങനെ പുള്ളിക്കാരൻ മെസ്സേജ് ചെയ്യും, ഒന്ന് വരുത്താന്ന്, വന്ന് വീട്ടിലൊക്കെ വരുന്ന പറഞ്ഞ് ചക്ക ഉണ്ടാവുമ്പോഴൊക്കെ ഞങ്ങളെ വിളിക്കും കേട്ടോ. പക്ഷെ ഇതുവരെ വരാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കല്യാണത്തിനും വരാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്രാവശ്യം എന്തായാലും അപ്പൊ നിസാർക്ക് പറഞ്ഞ് നൗഫലിന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെ നൗഫലിന്റെ വീട്ടിലുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ നമ്മള് നൗഫലിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് വരണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഉമ്മാക്കും നൗഫലിനും ഒക്കെ ഭയങ്കര സന്തോഷമായി. ഒരുപാട് വർഷം മുൻപുള്ള നമ്മളുടെ വീഡിയോ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ കൂടെ ഉള്ള ആൾക്കാരുള്ള ആളാണ് നൗഫലും ഉമ്മായി. ഇങ്ങോട്ട് വന്നേ. അപ്പൊ അന്ന് ഞാൻ എറണാകുളത്ത് വന്നപ്പോഴേക്ക് ഞാൻ വെറുതെ അന്നൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് എന്റെ പോസ്റ്റ് കണ്ടിട്ട് എന്നെ കാണാനായിട്ട് വന്നവരാണ് ഉമ്മയും മോനും കൂടിയിട്ട്. മാച്ചിലാണല്ലോ. പക്ഷെ ഇന്നാണ് നൗഫൽ അന്ന് മുതലേ വിളിക്കുന്നുണ്ടെങ്കിൽ വരണം എന്നൊക്കെ. നൗഫലിന്റെ കല്യാണത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നാണ് വിധി കൂട്ടിയത് കാണാൻ. മഴയാണ് കസേര എടുത്ത് ഇങ്ങോട്ടേക്ക്. കേരളത്തിലേ ഇല്ലെന്നാണ് ആൾക്കാർ സംഭവങ്ങളാ കേട്ടോ. അടി നോക്ക്, വെറുതെ ഇരിക്കുമ്പോ എക്സസൈസ് ചെയ്യാം. ഇത് നോക്ക്, ഇതെങ്ങനെയുണ്ട്? എവിടെ പോയാലും കരിയാപ്പില കളയില്ലേ? ഇല്ല, അതൊന്നും വരില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒടിച്ചിട്ട് തന്നെ എടുത്താ മതിയല്ലേ? അതെ, ഞാൻ ഉണ്ടാക്കുന്ന ഓരോ ഭക്ഷണവും ഉണ്ടാക്കി അപ്പോഴും തന്നെ എനിക്ക് പോസ്റ്റ് ചെയ്ത് തരും കേട്ടോ. എന്റെ പോസ്റ്റിങ് വന്നു കഴിയുമ്പോഴേക്കും നൗഫൽ എനിക്ക് അപ്പോഴും തന്നെ വാട്സപ്പിൽ അയച്ചു തരും. എല്ലാം ഉമ്മ അതേപോലെ ഉണ്ടാക്കിയിട്ടാണ് അയച്ചു തരുന്നത്. ഇതും കഴിഞ്ഞിട്ട് വേറെ അടുക്കള ഉണ്ടോ അമ്മി? ഇത് രണ്ടും കഴിഞ്ഞിട്ട് വേറെ അടുക്കള. ഇത് നൗഫല് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്ക് എന്റെ മാതിരി പ്രാന്തുണ്ടെന്നൊക്കെ. അങ്ങനെ നൗഫല് നമ്മളെ എല്ലാ റൂംസും ഒക്കെ ഒന്ന് കാണിച്ചു തരാണ്. ഇത് അവരുടെ പുതിയ വീടാണ് കേട്ടോ. അപ്പൊ അവരുടെ വാപ്പ ഒരുപാട് പേർക്ക് പുതിയ വീടുകൾ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു.
അപ്പൊ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ ഇതുപോലെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. റൂമും ഒക്കെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. എനിക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾ വീട് വെച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ പുതിയ നല്ല പുതുമയാർന്ന വീടുകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമുക്ക് തോന്നും നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നും. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു വീട് വെച്ചിട്ടുള്ളവരാണെങ്കിലും അവർ മറ്റൊരു വീട് കാണുമ്പം ചില സംഭവങ്ങൾ കാണുമ്പോഴേക്ക് പെട്ടെന്ന് തോന്നിപ്പോവും അതൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇത് നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എഞ്ചിനീയറായ നൗഫലിന്റെ വാപ്പ പണിത വീടാണ് കേട്ടോ, നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ടൈമില്ല, ജസ്റ്റ് ഇങ്ങനെ ഉമ്മായ നൗഫലിനെയൊക്കെ കണ്ടിട്ട് പോകാൻ എഴുതി വന്നതെന്ന് പറഞ്ഞ് പറയുന്നതിനിടയ്ക്ക് അവര് ടേബിളില് സ്നാക്സും ചായയും എല്ലാം എടുത്തു വെച്ചു. നല്ല അടിച്ച ചായ തന്നെ ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചായക്കൂട്ടത്തില് നല്ല കപ്പയും അതുപോലെ തന്നെ തേങ്ങാച്ചോറും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതെന്ന് നൗഫലിന്റെ അടുത്തും ഉമ്മാടുത്തും പറഞ്ഞിട്ട് അവർ ഒരുവിധം കേൾക്കത്തില്ല, ഞാനത് ടേസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നൗഫലിന്റെ വീട്ടിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നല്ല സ്ഥലമുണ്ട്. അപ്പൊ അത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഫിഷ് ടാങ്ക് ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്. ഇത് എവിടെയാണെന്ന് പറഞ്ഞാല് ഇത് തൊടുപുഴയാണ് കേട്ടാ. ഞങ്ങള് എറണാകുളത്ത് നിന്നിട്ട് പിന്നെ മൂവാറ്റുപുഴയിലായിരുന്നു ആ പ്ലാന്റ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വിളിക്കുമ്പോഴാണ് പറഞ്ഞത് ഇവിടെ അടുത്താണെന്ന്. വന്ന് അവസാനം ചോദിച്ചു വന്നപ്പോഴാണ് ഏകദേശം 10-23 കിലോമീറ്റർ ഇങ്ങ് വരേണ്ടി വന്നു. എന്തായാലും വന്നതല്ലേ എന്ന് എഴുതി ഇതെല്ലാം കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച. അപ്പോഴേക്കും നോക്കുമ്പോഴേക്കും നല്ല രസമുണ്ട്. പണ്ടേ നൗഫല് പറയും കേട്ടോ, ഇങ്ങനെ അവർക്ക് നല്ല ഒരുപാട് ഇങ്ങനെ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന്. അപ്പം ആ വീടും അതിന്റെ ആ പച്ചപ്പും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. മഞ്ഞ കളർ തന്നെ വൈറ്റ്. നിസാർക്ക് ഓരോ പ്രാവശ്യം പറയും ചക്ക ഇതുകൊണ്ട് അവസാനിച്ചു. ഇതിന്റെ അകത്ത് വെച്ചാൽ നൗഫല ചക്ക അവസാനിച്ചിട്ടില്ല, നൗഫലിന്റെ വക ചക്ക എത്തിയിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നൗഫലിന്റെ അനിയനും ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആരണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാ പിന്നെ ജസ്റ്റ് അവരെടുത്തൂടെ യാത്ര, അന്ന് വന്നവരിലും അനിയനും ഈ റിലേറ്റീവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരെടുത്തും യാത്ര പറഞ്ഞു. അന്ന് കണ്ടതിനേക്കാളും ചെക്കന്മാരൊക്കെ അങ്ങ് വളർന്നിട്ടുണ്ട്. അങ്ങനെ അവരെടുത്ത് യാത്ര പറഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മാടുത്തും പാപ്പാടുത്തും നൗഫലിന്റെ അടുത്തും ഒക്കെ തിരുവനന്തപുരത്ത് വരുമ്പോ ഞങ്ങളുടെ അവിടെ വരണം എന്നൊക്കെ ക്ഷണിച്ചിട്ടാണ് നമ്മളിപ്പോ പോണത്. അപ്പൊ ഇങ്ങനെ എല്ലാവരെയും കാണാൻ കഴിയുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിസാറിക്കൊക്കെ ഇനി ഒരൊറ്റ പ്രയാസമേ ഉള്ളൂ, ഇനി തിരുവനന്തപുരം വരെ ഡ്രൈവ് ചെയ്ത് പോണ്ടേ. സലു ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇല്ലായിരുന്നു കേട്ടോ. സലുവിന് ഇങ്ങനെ യാത്രകളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. നിസാറിക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് അങ്ങനെ ടെൻഷൻ എടുത്തൊന്നും ഓടിച്ചൊന്നും പോവാനൊന്നും വലിയ താല്പര്യമുള്ള ആളുമല്ല. എന്തായാലും മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഇനി നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്കാണ് പോണത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാൻ കൂടി വേണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പൊ അതിലൊരു ഓൾ എന്നൊരു ഓപ്ഷൻ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ അടുത്ത നല്ല റെസിപ്പിയോ അടിപൊളി വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.